പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും: അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. എത്രയോ വലിയ സത്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പൗലോസ്ലീഹായിലൂടെ ഗലാത്യ സഭയിലെ മക്കൾക്ക് കൊടുക്കുന്നത്. ഇവിടെ പറയുകയാണ്, അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്. നമ്മളെ ഓരോരുത്തരും ദൈവമായ കർത്താവ് ദത്തെടുത്തുകൊണ്ട്, ദത്തെടുപ്പ് കർമ്മം നടത്തിക്കൊണ്ട്, ദത്തെടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ മകനായി മകളായി സ്വീകരിച്ചുകൊണ്ട്, അതായത് ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ ഔസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും മകനായിട്ട് ജനിച്ച ഒരു വ്യക്തിയെ ദൈവം ദത്തെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി അവിടുന്ന് സ്വീകരിക്കുകയാണ്. അതായത് മറിയത്തിൻ്റെയും ഔസേപ്പിൻ്റെയും തമ്മിലുള്ള മാനുഷികമായ പൈതൃകം അവിടെ വിച്ഛേദിച്ചുകൊണ്ട് ഒരു സ്വർഗീയ പൈതൃകം മാമോദീസ എന്ന കുദാശയിലെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടുന്ന് നമ്മളെ ദത്തെടുത്ത് ദൈവത്തിൻ്റെ മക്കളായി അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. അതാണ് ഇവിടെ വചനം പറഞ്ഞ്, അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്. അവൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. അവൻ എന്ന് പറഞ്ഞാൽ യേശു. ഇവിടെ അവൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്തു? നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ എന്ന് പറഞ്ഞാൽ പാപത്തിന് അടിമകളായി കഴിഞ്ഞ നമ്മെ ഓരോരുത്തരെയും ഒരു ദത്തെടുപ്പ് കർമ്മം നടത്തുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉപയോഗിച്ചത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ഇത് നമ്മളൊന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് തിരുസഭയിൽ മാമോദീസ സ്വീകരിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ, മാമോദീസ സ്വീകരിക്കാൻ കടന്നു വരുന്ന വ്യക്തികളോട് ചോദിക്കുന്ന ചോദ്യം, ആദ്യത്തെ ചോദ്യവും ഇത് തന്നെയാണ്: വിശ്വാസത്തെക്കുറിച്ച്. സഭയിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? വിശ്വാസം. ആ വിശ്വാസം ഒക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞതിന് ശേഷം സാത്താനെയും അവൻ്റെ ആഡംബരങ്ങളെയൊക്കെ വെറുത്ത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം, മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് തൈലം കൊണ്ട് വിശുദ്ധ കുരിശിനാൽ അഭിഷേകം ചെയ്ത് മുദ്രണം ചെയ്ത് ചെയ്യുന്ന ആ നിമിഷം തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം ഒഴുകുകയാണ് ചെയ്യുന്നത്. ഇതൊരു വലിയൊരു ആത്മീയ രഹസ്യമാണ്. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുത്ത് പാപത്തിന് അടിമകളായി കഴിഞ്ഞവരെ മാമോദീസ എന്ന കുദാശയിലൂടെ വിമുക്തരാക്കുന്നു. ഞാൻ മാമോദീസ എന്ന കുദാശയുടെ മഹത്വത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരു ക്ലാസ് എടുത്തപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകത്തക്ക രൂപത്തിൽ ഞാൻ എടുത്തതാണ്. ഞാനത് കാരണം ആ മേഖലയിലേക്ക് കിടക്കുന്നില്ല. എന്നിട്ട് പറയണം, നിങ്ങൾ മക്കളായതുകൊണ്ട്. എങ്ങനെയാണ് നമ്മളൊക്കെ മക്കളായത്? ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ശോഭന എന്ന ഒരു പെൺകുട്ടിക്കും, അതല്ല എങ്കിൽ സുധീഷ് എന്ന പേരായ ഒരു ചെറുക്കനും, രണ്ടുപേരും ഹൈന്ദവ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന വ്യക്തികൾ. അപ്പോൾ സുധീഷിനും ശോഭനയ്ക്കും ഓരോ മാതാപിതാക്കളുണ്ട്. അവരെങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്? അവർ മാമോദീസ സ്വീകരിച്ചു കഴിയുമ്പോൾ ശോഭനയെയും സുധീഷിനെയും ദൈവമായ കർത്താവ് ദത്തെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മകനായി മകളായി അവിടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ നിമിഷം മുതൽ ശോഭനയുടെയും സുധീഷിൻ്റെയും മാതാപിതാക്കളുമായിട്ടുള്ള മാനുഷികമായ പൈതൃകം അവിടെ വിച്ഛേദിക്കപ്പെടുകയും അവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു സ്വർഗീയ പൈതൃകം കൂട്ടിച്ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മകനും മകളുമായി അവിടുന്ന് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാമോദീസ എന്ന കൂദാശയിലൂടെയാണ് ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയെപ്പോലും ദൈവത്തിൻ്റെ മകനായി സ്വീകരിക്കുന്നത്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജനിക്കുമ്പോൾ അവൻ ക്രിസ്ത്യാനിയായിട്ടൊന്നുമല്ല ജനിക്കുന്നത്. അവൻ മാമോദീസ സ്വീകരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോഴാണ് അവൻ കർത്താവിൻ്റെ മകനായി മാറ്റപ്പെടുന്നത്.
ഈ സത്യം നമ്മളൊന്ന് തിരിച്ചറിയണം. അതുവരെ കർത്താവിൻ്റെ മകനല്ല, ഒരു മനുഷ്യൻ്റെ മകനാണ്. ഒരു മനുഷ്യൻ്റെ, രണ്ട് മനുഷ്യർ തമ്മിൽ, ഭാര്യയും ഭർത്താവും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിലൂടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനും ദൈവത്തിൻ്റെ മകളും കൂടെയുള്ള ശാരീരിക ബന്ധത്തിലൂടെ അവർക്കൊരു കുട്ടി ജനിച്ചു. ആ ജനിച്ച കുട്ടിക്ക് എന്ത് പിന്നെ സംഭവിക്കുന്നതെന്നാണ്. ആ ജനിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ദൈവം മാമോദിസ എന്ന കുദാശയിലൂടെ ഒരു വീണ്ടും ജനനം കൊടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് നിവേശിപ്പിച്ചുകൊണ്ട് മനുഷ്യനുമായിട്ടുള്ള മാനുഷികമായ പൈതൃകം വിച്ഛേദിച്ച് ഒരു സ്വർഗീയ പൈതൃകം അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ ദൈവമക്കളായി ദൈവം സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ, തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ എന്ന വചനത്തിൽ തൻ്റെ പുത്രൻ്റെ, നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് വചനത്തിൽ പറയാനുള്ള കാരണമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. ഞാൻ പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാനും പിതാവും കൂടെ നിങ്ങളിലേക്ക് അയക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ തിരുസഭയിലെ അംഗമായി മറ്റപ്പെട്ട ഒരു വ്യക്തിക്ക് ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ സ്വർഗത്തിൽ ഒരു പിതാവ് അവനുണ്ടാകുന്നു. തിരിച്ചറിയണം. ഈ ഭൂമിയിലെ പിതാവല്ല, സ്വർഗത്തിൽ അവനൊരു പിതാവുണ്ടാകും. ആബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള കൃപയവന് ലഭിക്കുന്നു, അനുഗ്രഹം ലഭിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് ചിന്തിക്കണമേ. തിരുസഭയിലെ അംഗമാണ് എങ്കിൽ പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു പിതാവുണ്ട്, നിന്നെ സ്നേഹിക്കുന്നൊരു പിതാവ്. ആ പിതാവിൻ്റെ ആത്മാവിനെ, തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. ആ ആത്മാവ് മുഖാന്തരമാണ് നമുക്ക് ആബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള യോഗ്യത ലഭിച്ചത്. അല്ലാത്ത വ്യക്തികൾക്ക് വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ, ഒരിക്കലും പിതാവാകത്തില്ല. അയലോക്കത്തെ ചേട്ടനെ അപ്പച്ചാന്ന് വിളിക്കും പോലെ ഇരിക്കും, അത്രയേ ഉള്ളൂ, അപ്പച്ചനാകത്തില്ല. അയലോക്കത്തെ ചേട്ടൻ തന്നെയാണ്, അയലോക്കത്തെ ചേട്ടൻ ഒരിക്കലും അപ്പച്ചനാകത്തില്ല. അതുകൊണ്ട് നമുക്കൊരു നിമിഷം ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെയും പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്, പാപത്തിന് അടിമകളായി ഞങ്ങളെ ഓരോരുത്തരെയും വിമുക്തരാക്കി അവിടുന്ന് ഞങ്ങളെ ദത്തെടുത്ത് ദൈവമക്കളായി മാറ്റിക്കൊണ്ട് അവിടുത്തെ പുത്രൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ആ പരിശുദ്ധാത്മാവിലൂടെ ആബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.